യുദ്ധത്തിന്റെ ഭീഷണികൾക്കും ടെൻഷന്റെ ഒക്കെ ഇടയ്ക്ക് സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങോ ഇല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഏതൊക്കെ സിനിമകൾ ഇറങ്ങും ഇറങ്ങില്ല എന്ന് ഉറപ്പായിട്ടില്ല. എങ്കിലും ആട് 3 എന്തായാലും തിയേറ്ററുകളിൽ എത്തും തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ. മാർച്ച് 19 ആദ്യത്തെ ഈ ഒരു വിഷുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ സിനിമ എന്തായാലും ആട് 3 തന്നെയായിരിക്കും. ഒപ്പം ദുരന്തർ 2 തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ ആടിനെ കുറിച്ച് അതിന്റെ നിർമ്മാതാവും വിജയ് ബാബു ഒക്കെ പറയുന്നത് ഇപ്പോഴും ടെൻഷൻ തന്നെയാണ്. കാരണം GCC നമ്മൾ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായത് ഈ ഓവർസീസ് എന്ന് പറയുന്നതിൽ കേരളം വിട്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നത് മലയാള സിനിമകൾക്ക് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ഗൾഫിലാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ ഭീഷണി. പക്ഷെ ഇവരുടെ ഗൾഫ് അങ്ങനെ ഒരു നമ്മുടെ പഴയ ലോക്ക്ഡൌൺ ഒന്നും പോലെ കോവിഡിന്റെ കാലം പോലെ അടച്ചിടുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എല്ലാം ഓപ്പൺ ആണ്. പക്ഷെ ആളുകൾ ഈ ഒരു ടെൻഷൻ കാരണം തിയേറ്ററിലേക്ക് വരുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ അവിടെ പലതും ഓൺലൈനിലാക്കി, ഇനികൊണ്ട് ക്ലാസ്സുകൾ ഓൺലൈനിലാക്കി, പല ആളുകളും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ പുറത്തിറങ്ങുന്നത് റിസ്കി ആയതുകൊണ്ട് സൂക്ഷിച്ച് പുറത്തിറങ്ങുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അവിടെ അവർക്ക് കൊടുക്കുന്ന അതായത് ഗൾഫ് അധികൃതർ കൊടുക്കുന്ന എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് അതാണ്. പക്ഷെ അതിനൊക്കെ എത്രത്തോളം നമുക്കത് തിയേറ്ററുകളിലേക്ക് ആളുകൾ വരുമോ എന്നുള്ളത് അറിയില്ല. കാരണം ഇതൊരു ടെൻഷന്റെ സമയത്തോടെ ആഘോഷിക്കുമോ എന്നൊന്നും അറിയില്ല. എങ്കിലും ആട് 3 ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങുകയാണ്. അപ്പോൾ ആട് 3 എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതൊരു വലിയൊരു സിനിമയാണ്. നമുക്കറിയാം ഇപ്പോൾ അതിന്റെ പ്രൊമോഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് കുറെ ഇന്റർവ്യൂസ് ഒക്കെ അത് ഡയറക്ടറും പ്രൊഡ്യൂസറും താരങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഞാൻ കണ്ടിരുന്നു, കുറേയൊക്കെ ഞാൻ അതിന്റെ കുറെ ഇൻസൈഡ് റിപ്പോർട്ട്സുകളൊക്കെ ഞാൻ വായിച്ചു അറിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായത് മലയാള സിനിമയിൽ ഏറ്റവും വലിയ ബഡ്ജറ്റുകൾ ഒരു സിനിമ തന്നെയായിരിക്കും. ഒരുപാട് സിനിമ ഞാൻ പറഞ്ഞ ഇപ്പൊ പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമയൊക്കെ നല്ല 130 കോടി ബഡ്ജറ്റാന്ന് പറയുന്നു. പക്ഷെ ഇതും അതിന്റെ എക്സാക്ട് ബഡ്ജറ്റ് പുറത്ത് വിട്ടിട്ടില്ല. പക്ഷെ എങ്കിലും ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ആട് 3 എന്നുള്ളത്. ഇതിനു മുമ്പ് കത്തനാർ എന്നുള്ള സിനിമയുണ്ട്, അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ജയസൂര്യ കൊടുത്ത കുറച്ച് ഇന്റർവ്യൂസും അതുപോലെ തന്നെ ജയസൂര്യയുടെ ഒരു കരിയർ ജേണിയെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ ഇതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജയസൂര്യയുടെ ഇപ്പോൾ അവസാനം തിയേറ്ററിൽ റിലീസായ ഒരു സിനിമ 2023 എന്താടാ സജി എന്ന് പറഞ്ഞ സിനിമയാണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ്. അതിൽ കുഞ്ചാക്കോ ബോബനുണ്ട്, ജയസൂര്യയുണ്ട്. ആ സിനിമ പക്ഷെ ഒരു പരാജയമായിരുന്നു. എനിക്ക് തോന്നുന്നു ലിസ്റ്റിന് അത് പ്രോഫിറ്റ് ആയിരിക്കും. അതിന്റെ മറ്റു കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, OTT സാറ്റലൈറ്റ് ഒക്കെ. പക്ഷെ തിയേറ്ററിൽ പരാജയമായിരുന്നു. അതിനു മുമ്പ് 2022 ജയസൂര്യയുടെ മേരി ആവാസുനോ, ജോൺ ലൂതർ, ഈശോ, ഈ 3 സിനിമകളാണ്. അതിൽ ഈശോ ഒരു OTT സിനിമയാണ്, അതുകൊണ്ട് നമുക്കത് തിയേറ്ററിക്കൽ സിനിമയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ ജോൺ ലൂതറും മേരി ആവാസുനോ ഈ 2 സിനിമയും ശരിക്കും അന്ന് ഈ പറഞ്ഞ പോലെ നഷ്ടം തന്നെയായിരുന്നു. അത് രണ്ടും ലാഭമല്ല. എനിക്ക് തോന്നുന്നു അതൊക്കെ OTTയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ തിയേറ്ററിക്കൽ ഞാൻ തിയേറ്റർ കളക്ഷൻ വെച്ചാൽ വന്നത്, തിയേറ്ററിക്കൽ അതൊരു വിജയമല്ല. അതുകൊണ്ട് ജയസൂര്യയുടെ ഒരു കരിയറിൽ ഈ ഒരു സിനിമ വളരെ വളരെ പ്രധാനമാണ്. കാരണം ഈ ഒരു സിനിമ വിജയിക്കണം. കാരണം ജയസൂര്യയുടെ ഒരു ലൈഫിൽ ഇപ്പോൾ നമുക്കറിയാം കത്തനാർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അത് ഭയങ്കര അനൗൺസ്മെന്റ് ആയിരുന്നു. അന്ന് കത്തനാർ ആദ്യം വിജയബാബു ചെയ്യും, അത് ഫ്രൈഡേ ഫിലിം ഹൗസ് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അത് മാറിയിട്ടാണ് ഗോകുലം ഏറ്റെടുത്തത്. നമുക്കറിയാം മലയാള സിനിമയിൽ വലിയ പ്രശ്നങ്ങളിൽ സിനിമ ഒരു പ്രശ്നത്തിലൂടെ നീങ്ങുമ്പോൾ അവിടെ ഒരു രക്ഷകനായിട്ട് വരുന്നതാണ് ഗോപാലേട്ടൻ രക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ട്രോളുകളൊക്കെ നമ്മൾ വളരെ സത്യമാണ്. മലയാള സിനിമയ്ക്ക് ഒരു സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഗോകുലം എന്ന ഏറ്റെടുത്ത സിനിമ വളരെയധികം വലുതായി. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇവിടെ എറണാകുളത്തെ ഒരു സെറ്റ് തന്നെ ഇട്ട് ഒരു സ്റ്റുഡിയോ, എനിക്ക് തോന്നുന്നു ഇവിടെ കാക്കനാടോ കളമശ്ശേരി ഭാഗത്തൊക്കെ വലിയൊരു സെറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ വലിയ ക്യാൻവാസിലാണ് സിനിമ. അത് എത്രയോ കാലം ആ സിനിമ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇപ്പോഴും തീർന്നിട്ടില്ല. അതായത് 2023 എന്തോ ഷൂട്ട് തുടങ്ങിയതാണ്. ആദ്യം കേട്ടു 24 ഡിസംബറിൽ ഇറങ്ങും, 25 ഇറങ്ങും, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ 26 ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പക്ഷെ ആ ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ ശേഷം ജയസൂര്യ ഒരു കൊച്ചു സിനിമ എന്ന രീതിയിൽ ചെയ്തിരുന്നു. അതായിരുന്നു നമ്മുടെ അനുഗ്രഹീതൻ ആന്റണി എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകന്റെ സിനിമയാണ്. മിഥുൻ മാനുവൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൽ ജയസൂര്യയും വിനായകനുമാണ്. അതൊരു ഫൺ മൂവിയാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. ആ ഒരു സിനിമ ഷൂട്ട് ചെയ്ത ശേഷമാണ് ജയസൂര്യ ആട് 3യിലേക്ക് കടന്നത്. ഇപ്പൊ ആദ്യം ഇറങ്ങാൻ പോകുന്നത് ആട് 3 കാരണം കത്തനാർ ഇറങ്ങുന്നതിന് മുമ്പേ ആട് 3 ഇറങ്ങുകയാണ്. അപ്പോൾ പല റിപ്പോർട്ടുകൾ കേൾക്കുന്ന ഒരു റിപ്പോർട്ട് കത്തനാർ പോലെ വലിയൊരു സിനിമ ഇറങ്ങുമ്പോൾ അതിനു മുമ്പ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സിനിമ ഇറക്കി ഒന്ന് ഓഡിയൻസിന് വീടും. കാരണം ജയസൂര്യ ഓഡിയൻസ് മറന്നോ? അങ്ങനെ ഒരിക്കലും മറക്കില്ല. പക്ഷെ എങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ജയസൂര്യ സിനിമ കാണാൻ ആളുകൾ തിയേറ്ററിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് കത്തനാർ ഇറക്കാൻ വേണ്ടി. അപ്പൊ അതും ജയസൂര്യ സിനിമയിലേക്ക് ആ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കണമെങ്കിൽ
മിനിമം ഒരു സേഫ് പടമായിരിക്കും. അതിന് ആട് 3 അല്ലാതെ മറ്റൊന്നുമില്ല. കാരണം നമുക്കറിയാം ആട് എന്ന് പറയുന്ന സിനിമ 2015 ആ സിനിമ റിലീസാണ്. 2015 തുടക്കം ജനുവരിയോ ഫെബ്രുവരിയോ ആണ്. അന്ന് ആ ഒരു സിനിമ ഭയങ്കര പ്രതീക്ഷയിലാണ് ഇറങ്ങിയത്. കാരണം ആ ഒരു സിനിമ അന്ന് മിഥുൻ മാനുവൽ വന്ന സമയമാണ് സിനിമയിലേക്ക്. അതായത് ഓം ശാന്തി ഓശാനിൽ ജൂഡ് ആന്റണി ജോസഫിന്റെ കോ റൈറ്ററായിട്ട് വന്ന് ശ്രദ്ധിക്കപ്പെട്ട ആ മിഥുൻ മാനുവൽ സ്വന്തമായിട്ട് എഴുതി സംവിധാനം ചെയ്യുന്നു. അന്ന് അദ്ദേഹം അതൊരു ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഈ പറയുന്ന വിജയ് ബാബുവിനെ നായകനാക്കി ഒരു വടംവലിയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു 40 മിനിറ്റ് ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്ത് പിന്നീട് അത് ഡിസ്കഷനൊക്കെ കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അതൊരു സിനിമയ്ക്കുള്ള ഒരു എലിമെന്റ് ഉണ്ടെന്ന് മനസ്സിലായി. അവർ അത് കുറച്ച് നീട്ടി സ്ക്രിപ്റ്റ് പൊളിച്ചെഴുതി. അങ്ങനെയാണ് സർബത്ത് ഷമീർ എന്നുള്ള ആ പോലീസ് കഥാപാത്രം വിജയ് ബാബു ചെയ്യുന്നു. ഷാജി പാപ്പനായിട്ട് ജയസൂര്യ വരുന്നു. പിന്നെ നമുക്കറിയാം ആ ഒരു സിനിമ വലിയ സിനിമയല്ല, ഒരുപാട് സ്റ്റാർ കാസ്റ്റ്. അതിൽ ഡൂഡ് എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് നമ്മുടെ വിനായകന്റെ പിന്നെ സണ്ണിവേന്റെ ക്യാരക്ടർ എല്ലാവരുടെയും അല്ലെ ധർമ്മജനും അവരുടെയൊക്കെ മൂങ്ങ ലോൽ എന്നൊക്കെ പറഞ്ഞ് അതായത് ഒരു സിനിമയിലെ കഥാപാത്രങ്ങളെ പ്രേക്ഷകർ ഓർത്തിരിക്കുക എന്ന് പറയുന്നതൊക്കെ അതൊരു സിനിമയുടെ വിജയം തന്നെയാണ്. പക്ഷെ ആ സിനിമ അന്ന് തിയേറ്ററിൽ ഇറങ്ങിയിട്ട് പരാജയമായിരുന്നു. പരാജയം എന്ന് പറഞ്ഞാൽ വിജയ് ബാബുവിന് ലാഭമായിരുന്നു ശരിക്കും സിനിമ, കാരണം അത് ബിസിനസ് ആയതാണ്. പക്ഷെ തിയേറ്ററിൽ അന്ന് ഫ്ലോപ്പ് ആയിരുന്നു. പിന്നീട് വിജയ് ബാബു പറഞ്ഞിട്ട് ആ ഒരു സിനിമ നിങ്ങൾ ഇന്ന് കാണുന്ന സിനിമ പിന്നീട് ഒരു DVD-യിലോ സാറ്റലൈറ്റ് OTT-യിലോ ഇന്ന് കാണുന്ന ഒരു സിനിമയല്ല അന്ന് തിയേറ്ററിൽ. കാരണം തിയേറ്ററിലെ സിനിമ അവർ പിന്നീട് വീണ്ടും റീഎഡിറ്റ് ചെയ്തു. ആ സിനിമ കണ്ടിട്ട് പല ആളുകൾക്ക് കണക്ട് ആയില്ല. കാരണം അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ സ്ക്രിപ്റ്റിങ് കാര്യങ്ങൾ. ജയസൂര്യ തന്നെ പറഞ്ഞു ആദ്യം ഈ ഒരു കഥ എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്കത് കണക്ട് ആയില്ല. എനിക്ക് കഥാപാത്രം നമുക്കറിയാം അതൊരു റിയലിസ്റ്റിക് സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കുറച്ചൊരു ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഫിക്ഷൻ എന്താ പറയുക വേറെ ഒരു ലൗഡായിട്ടുള്ള ഒരു കഥയാണ്, കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഒരു കാർട്ടൂൺ മോഡലുള്ള കഥാപാത്രങ്ങൾ അതിൻ്റെ ഒരു സഞ്ചാരങ്ങളൊക്കെയാണ്. കാരണം ആ കഥാപാത്രം ഷാജി പാപ്പൻ ഒരേ സമയം മാസാണ് എന്നാൽ അതേ സമയത്ത് ഒരു മണ്ടനുമാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു കഥയാണ്. അപ്പോൾ ജയസൂര്യ പിന്നീട് റൈറ്ററായിട്ടും മിഥുൻ മാനുവലായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് കൺവിൻസ് ആയിട്ടാണ് സിനിമ ചെയ്തത്. വളരെ കഷ്ടപ്പെട്ട് ചെയ്തു. ഇവരെല്ലാവരും വിജയിക്കുന്നു വിചാരിച്ചു. പക്ഷെ സിനിമ പരാജയപ്പെട്ടു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമ പിന്നീട് TV-യിലോ അല്ലെങ്കിൽ അതുപോലെ DVD-യിലോ ഒക്കെ ആളുകൾ ചർച്ച ചെയ്ത് ഷാജി പാപ്പൻ ഒരു ട്രെൻഡായി മാറി. 2015 കഴിഞ്ഞിട്ട് പിന്നീട് ഈ മിഥുൻ മാനുവൽ ആൻമറിയ കലിപ്പാണ് എന്നൊരു സിനിമ ചെയ്തു. അതിന്റെ അലമാറ എന്നൊരു സിനിമ ചെയ്യുന്നു. പക്ഷെ ആൻമറിയും വൻ വിജയമല്ല, എങ്കിലും നല്ലൊരു സിനിമയായിരുന്നു. അലമാറ അന്ന് ഒരു പരാജയമായിരുന്നു. അപ്പൊ അലമാറ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് വിജയ് ബാബുവിനും അപ്പുറത്ത് കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളിലൂടെയും പല പേഴ്സണൽ ഇഷ്യൂസിലേക്ക് പോകുമ്പോൾ വിജയ് ബാബു അന്ന് അങ്കമാലി ഡയറീസ് എന്ന സിനിമ ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ ആ സിനിമ തിയേറ്ററിൽ റിലീസ് ആവണമെങ്കിൽ വിജയ് ബാബുവിന് മറ്റൊരു സിനിമ അനൗൺസ് ചെയ്യണം. അങ്ങനെ മിഥുനെ വിളിക്കുമ്പോൾ മിഥുൻ പറയുന്നു ഞാനും എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കാന്ന് പറയുമ്പോഴാണ് നമുക്ക് ആട് 2 ചെയ്യാം. അപ്പോൾ ഇവർക്ക് കഥയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇവർ നേരെ ജയസൂര്യ അടുത്ത് പോകുന്നു. ആട് 2ന്റെ കാര്യം സംസാരിക്കുന്നു. ജയസൂര്യ വർക്ക് ചെയ്യാൻ പറയുന്നു. ഇവർ വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഇവർ ആട് 2 അനൗൺസ് ചെയ്യുന്നത്. ആ ഒരു സിനിമ 2017 ഡിസംബറിന് ഇറങ്ങിയിട്ട് വൻ ഹിറ്റായി. ലോക ചരിത്രത്തിൽ തന്നെ എന്തായാലും ഇന്ത്യ ചരിത്രത്തിൽ അതിലായിരിക്കും ഒരു പരാജയ സിനിമയുടെ രണ്ടാം ഭാഗം ഇതുപോലെ ഇറങ്ങുന്നതും വിജയിക്കുന്നതും. രണ്ടാം ഭാഗം തന്നെ പരാജയ സിനിമയ്ക്ക് ഒരിക്കലും സംഭവിക്കാറില്ല. പക്ഷെ അത് വൻ വിജയമായി മാറി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിപ്പോൾ ഏകദേശം 8-9 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആട് 3. അതും ഈ പറയുന്ന പോലെ തന്നെ മിഥുൻ മാനുവൽ ഇപ്പോൾ കുറച്ച് സിനിമകളൊക്കെ ആയി. പക്ഷെ എങ്കിലും മിഥുന് ഒരു വൻ വിജയം കിട്ടിയിട്ടില്ല ഇപ്പോൾ കുറച്ചായിട്ട്. അപ്പുറത്ത് വിജയ് ബാബുവിന് പടക്കളമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വാലാട്ടി എന്ന് പറഞ്ഞ സിനിമ വിജയ് ബാബുവിന് ഒന്ന് കൈപൊള്ളി. വിജയ് ബാബുവിനും ഒരു സേഫ് ഒരു ഹിറ്റ് വേണം. അപ്പോൾ ആട് 3 തന്നെയാണ് അതിന്റെ ബെസ്റ്റ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് വിജയ് ബാബു ഒറ്റയ്ക്കല്ല. അത് വിജയ് ബാബു പറഞ്ഞു ഈ സിനിമ ഷൂട്ടൊന്ന് ഇവർ കുറച്ച് തുടങ്ങിയ ശേഷം ഇവർക്ക് മനസ്സിലായത് ഒരു ചെറിയ ക്യാൻവാസിൽ നിൽക്കില്ല. അപ്പോൾ കുറച്ചും കൂടി ഒരു ഫണ്ട് വേണം. അപ്പോൾ അതിന് ഇവർ വേണു കുന്നമ്പള്ളി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറെ ഇവർ കൊണ്ടുവന്നു. അദ്ദേഹം മാളികപ്പുറമൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുള്ള വലിയ ഫണ്ടുള്ള ഒരു പ്രൊഡ്യൂസർ തന്നെയാണ്. അദ്ദേഹം വലിയൊരു ബിസിനസ് മാനാണ്. അദ്ദേഹത്തെ കൂടെ കൂട്ടി ഇപ്പോൾ അതിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിലറിനെ കുറിച്ച് മിക്സഡ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും വളരെ പ്രതീക്ഷയോടെയാണ് ആളുകൾ കാത്തിരിക്കുന്നത്. കാരണം അതിൽ എനിക്ക് ഏറ്റവും കൗതുകം അല്ലെങ്കിൽ ഞാൻ കാത്തിരിക്കുന്നത് ജയസൂര്യയുടെ ഒരു ഇത്. കാരണം ജയസൂര്യ നമുക്കറിയാം ഒരു 6 മാസം ഒരു നടനെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ പ്രേക്ഷകർ മറക്കും. അല്ലെങ്കിൽ ആ നടന്റെ മാർക്കറ്റ് വാല്യൂ. പിന്നെ അത്രയധികം നായകന്മാരും എന്താ പറയുക നടന്മാരൊക്കെയാണ് സിനിമയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ ജയസൂര്യ തന്നെ നമ്മൾ എടുത്താൽ 2002 ജയസൂര്യ വരുമ്പോൾ കുറച്ച് കാലം വരെ നോക്കിക്കഴിഞ്ഞാൽ യുവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത്, നരേൻ, പിന്നെ സിദ്ധാർത്ഥ്, ജിഷ്ണു, പിന്നെ വിനു മോഹൻ വന്നു. ഒരു ഏകദേശം ഒരു 8 പേര് ഒരു 10 പേര് അതിലൊരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു 4-5 പേരേ ഉള്ളൂ. 2009 ഒക്കെ എത്തുമ്പോഴാണ് ജയസൂര്യക്ക് ഒരു ഭയങ്കര ഒരു ഹീറോ എന്ന രീതിയിൽ ഒരു ഭയങ്കര ഒരു ഇവർ വിവാഹിതരായെന്നുള്ള സിനിമ വിജയിച്ചു. ഒരു സോളോ വിജയം. അതിനു മുമ്പ് ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ജയസൂര്യയുടെ ഒരു സോളോ വിജയം അന്ന് ഇവർ വിവാഹിതരായിരുന്നു. അന്ന് ഞാനിവിടെ വായിച്ചൊരു ഓർമ്മയുണ്ട്, 10 ലക്ഷം റെമ്യൂണറേഷൻ മേടിച്ചിരുന്ന ജയസൂര്യ 20 ലക്ഷം ആക്കിയത് ഇവർ വിവാഹിതരായ എന്ന് പറഞ്ഞ ഒരു സിനിമയിലൂടെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ജയസൂര്യ ഒരുപാട് സിനിമകൾ ചെയ്തു. ഹാപ്പി ഹസ്ബൻഡ്സ് പോലെ, ഗുലുമാല് പോലെ കുറെ കൂട്ടക്കളികൾ ചെയ്യുന്നു. പിന്നീട് ജയസൂര്യ ഡിഫറൻ്റ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്നു. യൂബിന്റെ പുസ്തകം പോലത്തെ സിനിമകൾ ചെയ്യുന്നു. അപ്പൂത്തിക്കിരി ചെയ്യുന്നു. പിന്നീട് നമുക്കറിയാം സുധി വാൽമീകം നാഷണൽ അവാർഡ് വരെ കിട്ടുന്നു. നാഷണൽ അവാർഡ് ജൂറി പരാമർശം കിട്ടുന്നു. സ്റ്റേറ്റ് അവാർഡ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്.
2 തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ മേരിക്കുട്ടിക്കും ക്യാപ്റ്റനും കിട്ടി. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു തവണയും കൂടി ജയസൂര്യക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അല്ല, ക്യാപ്റ്റനും മേരിക്കുട്ടിക്ക്, പിന്നീട് എനിക്ക് തോന്നുന്നു വെള്ളം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കൊക്കെയാണ് ജയസൂര്യക്ക്. എന്തായാലും 2 തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജയസൂര്യ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടാണ് ഇപ്പോൾ ജയസൂര്യ കത്തനാർ എന്ന സിനിമയ്ക്ക് വേണ്ടി കുറേ വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ആട് 3 എന്ന് പറഞ്ഞ വലിയൊരു സിനിമ ഇറങ്ങാൻ പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ജയസൂര്യക്കെതിരെ കുറച്ച് ആരോപണങ്ങൾ, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മീട്ടു എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ കുറേ ആരോപണങ്ങളൊക്കെ ജയസൂര്യക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെയുമായി ബന്ധപ്പെട്ട്, റിപ്പോർട്ടിലുള്ളതല്ല ജയസൂര്യയുടെ പേര്, പക്ഷേ എങ്കിലും നമുക്കറിയാം. അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹം അതൊക്കെ അദ്ദേഹം അത് ഭയങ്കരമായിട്ട് ശരിക്കും അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് അതിൻ്റെ മറ്റ് കേസിൻ്റെ കാര്യങ്ങൾ അറിയില്ല, എങ്കിലും ഒരു ആരോപണമൊക്കെ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ അതിജീവിച്ച് ജയസൂര്യന് തിരിച്ച് ഒരു ഹീറോ ആയിട്ട് വരണം. കാരണം അതിനുശേഷം ഇപ്പോൾ ഒരുപാട് ഹീറോസ് സിനിമയിൽ വന്നു ജയസൂര്യക്ക് ശേഷം. അപ്പോൾ ഇന്ന് ഒരു ജയസൂര്യയുടെ ഒരു സിനിമയ്ക്ക്, ഇന്നല്ലേ ഏത് സിനിമയ്ക്ക് ഇന്ന് പ്രീ ബിസിനസ് എന്ന് ശരിക്കും പറഞ്ഞാൽ കുറവാണ്. ഈ സിനിമയ്ക്ക് ഒരു പക്ഷേ വിജയബാബു ഒരു ബിസിനസ്സൊക്കെ വർക്കൗട്ട് ആക്കിയിട്ടുണ്ടാവാം. ജയസൂര്യക്ക് വളരെ പ്രധാനമാണ്. കാരണം ജയസൂര്യ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു, ഈ സിനിമയ്ക്ക് വേണ്ടി 11 സിനിമകൾ ജയസൂര്യ ഒഴിവാക്കിയതാണ്. അതിലെനിക്ക് തോന്നുന്നു വെങ്കടപ്രഭുവിന്റെ നാഗചൈതന്യം അഭിനയിച്ച കസ്റ്റഡി എന്ന് പറയുന്ന ഒരു സിനിമയും ഒഴിവാക്കി എന്നാണ് പറഞ്ഞത്. കാരണം കത്തനാറിന് വേണ്ടി അതുപോലെ ഡേറ്റ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നാഗചൈതന്യയുടെ ആ സിനിമ എനിക്ക് തോന്നുന്നു അതിൽ അരവിന്ദ് സ്വാമി അഭിനയിച്ചിട്ടുണ്ട്, ശരത് കുമാർ അഭിനയിച്ചിട്ടുണ്ട്. അതിലേത് വേഷമാണെന്ന് അറിയില്ലെങ്കിലും ആ സിനിമ അന്ന് പരാജയമായിരുന്നു. പക്ഷേ എങ്കിലും അത് ഭയങ്കര എക്സ്പോഷർ ജയസൂര്യക്ക് തെലുങ്കിൽ കിട്ടും. ജയസൂര്യ അങ്ങനെ അധികം അന്യഭാഷ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല. പണ്ട് എനിക്ക് തോന്നുന്നു വസൂൽരാജ MBBS പോലത്തെ കുറച്ച് തമിഴ് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ ബിസി ആയിരുന്നു. എങ്കിൽ പോലും ജയസൂര്യയുടെ ആ ഒരു കാലഘട്ടത്തിലുള്ള, അപ്പോൾ പൃഥ്വിരാജ് ഇന്നും സിനിമകൾ ചെയ്ത് നിലനിൽക്കുന്നു. ഗ്യാപ്പ് ഒന്നുമില്ല. ചിലത് പരാജയപ്പെടും, ചിലത് വിജയിക്കും. എങ്കിലും പൃഥ്വിരാജിന് ഒരു മാർക്കറ്റ് ഇപ്പോഴും ഉണ്ട്. ജയസൂര്യക്ക് ആ മാർക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി ആട് 3 ഇറങ്ങും പറയാം. ആട് 3ന്റെ വിജയം ജയസൂര്യക്കും വിജയബാബുവിനും മിഥുൻ മാനുവലിനും ഒക്കെ ആവശ്യമാണ്. അതേപോലെ തന്നെ മലയാള സിനിമ കുറച്ചു കാലമായിട്ട് ഈ വർഷം ഇറങ്ങിയതിൽ ചത്തപ്പച്ചയും പ്രകമ്പനവും ഒഴിച്ച് മറ്റു സിനിമകളൊന്നും അങ്ങനെ ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ സിനിമകൾക്കും ഒരു നിലനിൽപ്പ് ആവശ്യമാണ്, തിയേറ്ററുകൾക്ക് നിലനിൽപ്പിന് ആവശ്യമാണ്. കാരണം ആട് 3 ആണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ദൃശ്യവും ഈ പറയുന്ന പോലെ തന്നെ പേട്രിയറ്റ് ഒക്കെ എന്താവും അറിയില്ല. കാരണം GCCയുടെ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ട് നിൽക്കുന്നത്. വാഴ 2 എന്തായാലും ഇറങ്ങുന്നുണ്ട്, അതെന്തായാലും യങ്സ്റ്റേഴ്സ് കയറും. പക്ഷെ ആട് 3യുടെ ഒരു വിജയം സിനിമ ഇൻഡസ്ട്രിയിൽ ആവശ്യമാണ്, ജയസൂര്യയുടെ ആവശ്യമാണ്. എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകൾ ആട് 3നെ കുറിച്ച്. ഇപ്പൊ പല ആളുകൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് വായിക്കുന്നുണ്ട്, പലർക്കും ആട് 2 1 അല്ലെങ്കിൽ ഇതിനപ്പുറത്തോട്ടൊന്നും ആട് 3 പോവില്ല എന്ന് പറയുന്നവരുണ്ട്. ഓവർ പ്രതീക്ഷ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിരാശപ്പെടുമോ എന്ന ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും ജയസൂര്യയും എവിടെയും തള്ളുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ തള്ളുന്നില്ല, ബാക്കി നിങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ട് തീരുമാനിക്കുക എന്നാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ കാണുക, നമുക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. ആട് 1ഉം ആട് 2 ഈ ഒരു ആട് സീരീസ് നിങ്ങൾ അതിന്റെ ഫാനാണോ എന്നുള്ളതും, നിങ്ങളുടെ ഫേവറേറ്റ് കഥാപാത്രങ്ങൾ ഷാജി പാപ്പനും സർബത്ത് സമീർ ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് കഥാപാത്രം, അതും നമുക്ക് കമന്റ് ചെയ്യാം.